എന്താണ് വിശ്വസിച്ചത്? സ്വഹാബ കിറാമിന്റെ അഖീദ എന്താണ്? സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും, ജീവിതകാലത്ത് പോലും സ്വഹാബിമാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അതവർ നേരിട്ട് ചെന്ന് പറയുന്നു. സ്വഹാബ പുരുഷന്മാരും അങ്ങനെയാണ്, സ്വഹാബ വനിതകളും അങ്ങനെ തന്നെയാണ്. ഏത് പ്രശ്നങ്ങൾ അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാനും പഠിക്കാനും ഉണ്ടെങ്കിൽ അവർ നേരിട്ട് ചെന്നുകൊണ്ട് ചോദിക്കുന്നു. കാരണം എന്തെന്നല്ലേ, അവർക്ക് അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് വിളിച്ചാ പോരെ? നമ്മുടെ നേതാവതാ മദീനയിൽ പള്ളിയിലുണ്ടല്ലോ, അല്ലെങ്കിൽ പള്ളിക്ക് തൊട്ടുള്ള റൂമിൽ നമ്മുടെ നേതാവ് ഹയാത്തിലുണ്ടല്ലോ എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും സഹാബിമാരാരും കരുതിയിട്ട് അള്ളാന്റെ റസൂലല്ലേ, മഹത്വമുള്ള നബിയല്ലേ, ആദരവുള്ള നബിയല്ലേ, ശ്രേഷ്ഠതയുള്ള നബിയല്ലേ, അതുകൊണ്ട് നമ്മൾ എന്തിന് റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ പോകണം? അവിടുത്തോട് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് വിളിച്ചാൽ തന്നെ യാ റസൂലല്ലാഹി യാ നബിയല്ലാഹ് എന്ന് നമ്മൾ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ തന്നെ മദീന പള്ളിയിലോ അല്ലെങ്കിൽ ആ പള്ളിയുടെ ചാരത്തുള്ള റൂമിലോ ഹയാത്തോടുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ നമുക്ക് വിളിച്ചാൽ പോരെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചുവോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചുവോ? ഏതെങ്കിലും സഹാബ പുരുഷന്മാര് വിശ്വസിച്ചുവോ? ഏതെങ്കിലും സഹാബ പെണ്ണുങ്ങൾ വിശ്വസിച്ചുവോ? ഇല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്ത് കാര്യം ചോദിക്കാനും അവർ റസൂലുള്ളാഹിയുടെ സദസ്സിലെത്തുന്നു. സഹാബ വനിതകൾക്ക് നബി തങ്ങളോട് നേരിട്ട് ചോദിക്കാൻ വല്ല നാണക്കേടുള്ള അത്തരത്തിലുള്ള വല്ല മസ്അലകളുമാണെങ്കിൽ അതാ നബി തങ്ങളുടെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരോട് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവരോട് വന്നിട്ട് പറയുന്നു, ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് ലജ്ജയാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ചോദിച്ച് മറുപടി പറയണേ. അവരും അതാ അങ്ങനെയാണ് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏത് സന്നിഗ്ധ ഘട്ടത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ വിദൂര രാജ്യത്ത് നിന്ന് വിളിച്ചിട്ടില്ല. കാരണം അവർ വിശ്വസിക്കുന്നു അല്ലാഹനെ പോലെ എല്ലാം കേൾക്കുക എന്ന പ്രകൃതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനില്ല. എല്ലാം കാണുക എന്ന ഗുണം അല്ലാഹുവിന്റെ റസൂലിന് പോലുമില്ല. എല്ലാം അറിയുന്നവൻ എന്ന ഗുണം അല്ലാഹുവിന്റെ റസൂലിന് പോലുമില്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രതിസന്ധി വന്ന ഘട്ടത്തിലതാ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അരുമ സഖാവാണ്, അരുമ ശിഷ്യനാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. ദീന് വിശ്വസിച്ച കാരണത്താൽ ശത്രുക്കളതാ പീഡിപ്പിച്ച് കൊലപ്പെടുത്താൻ കൊണ്ടുപോയി കൊലമരത്തിന്റെ താഴെ നിർത്തിയിരിക്കുന്നു, കൊല്ലാനൊരുങ്ങുന്നു. ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇനി ഇതിനേക്കാളൊരു അപകടം ഏതാ വരാനുള്ളത്? കൊല്ലാൻ കൊണ്ടുപോവുകയാണ്, കൊല്ലാനൊരുങ്ങുകയാണ്. ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്നു എന്ന സമയം ഉറപ്പ് കിട്ടിയിരിക്കുകയാണ്. ആ നേരത്തെ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒന്നീ വിവരം അറിയിക്കണ്ടേ? നബി തങ്ങളെ വിളിച്ചുകൊണ്ട് വിവരം പറയാൻ നിവൃത്തിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഈ വിവരം അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊന്ന് വിളിച്ചു പറയണ്ടേ, ഓ നബിയേ, ഞങ്ങളിതാ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ശത്രുക്കളുടെ ഇടയിൽ നിന്ന് യാ റസൂലല്ലാഹ് അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒന്ന് വിളിച്ചു പറയാൻ മാർഗമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അത് കേൾക്കുമെന്ന വിശ്വാസം ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അതാ ദൂരദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഈ അവസ്ഥ കാണുകയാണെന്ന് അവിടുന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഉടനെ വിളിക്കുമായിരുന്നല്ലോ, യാ റസൂലല്ലാഹ്, കൈപിടിക്കണേ നബിയേ, അദ്രിക്നി ഖുദ് ബിയദി അദ്രിക്നി യാ റസൂലല്ലാഹി. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചൂടായി
വിളിക്കേണ്ടതായിരുന്നു. എന്തേ അവിടുന്ന് വിളിക്കാഞ്ഞത്? വിളിച്ചില്ലെന്നത് പോകട്ടെ, ഈ വിവരമൊന്ന് നേതാവിന്റെ കാതിലെത്തണമെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചാ കേൾക്കില്ലല്ലോ. പക്ഷേ എല്ലാം കേൾക്കുന്നവര് റബ്ബുണ്ടല്ലോ. ആ റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ആ റബ്ബ് ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അത് അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. അതാ അല്ലാഹനെ വിളിക്കുകയാണ്. അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, ഓ അല്ലാഹുവേ അഖ്ബിർ അന്നാ, ഞങ്ങളെപ്പറ്റി നീ വിവരം കൊടുക്കണേ അല്ലാ. നബിയക, നിന്റെ നബിക്ക് നീ ഞങ്ങളെപ്പറ്റി വിവരം കൊടുക്കണേ അല്ലാ. ചിന്തിക്കൂ പ്രിയപ്പെട്ട സഹോദരാ, ഒന്നാലോചിച്ചു നോക്കൂ സഹോദരി. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് അള്ളാന്റെ റസൂലിന്റെ മഹത്വത്തെ കുറിച്ച് വിശ്വാസമില്ലേ? ഹുബൈബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പഠിച്ചയാളല്ലേ? അവിടുത്തെ ശ്രേഷ്ഠതയെ കുറച്ചു കാണിക്കുന്നയാളാണോ? അവിടുത്തെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്നയാളാണോ? ഒരിക്കലുമല്ലല്ലോ. കാരണം ആ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിന് വേണ്ടി ജീവൻ വെടിയാൻ, ഷഹീദാകാൻ ഉറച്ച് തയ്യാറായി നിൽക്കുന്ന വേളയിലും അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ്? അള്ളാന്റെ റസൂല് ഞങ്ങളെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ലെങ്കിലും അള്ളാ കാണുന്നുണ്ടല്ലോ, ആ അള്ളാഹ്ക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ. അള്ളാ, നിന്റെ നബിക്ക് ഞങ്ങളുടെ അവസ്ഥയെപ്പറ്റി നീ വിവരം കൊടുക്കണേ എന്ന് അള്ളാഹ്നോട് ദുആ ചെയ്യുന്നു. ഈ പാതയാണ് സഹോദര സഹോദരി ഇന്ന് മുജാഹിദുകൾ പിൻപറ്റുന്നത്. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും പറയുന്നു. എന്താണ് പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ബഹുമാനമുള്ള നേതാവാണ്, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള നേതാവാണ്, ഒരുപാട് ആദരവുകളുള്ള നേതാവാണ്, പാപത്തിന്റെ കറപുരളാത്ത ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയാണ്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടില്ലാത്ത മഅസൂമാണ്. സ്വർഗലോകത്ത് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ ആ വാതിൽക്കൽ ചെന്ന് മുട്ടിയിട്ട് ആദ്യമായി സ്വർഗലോകത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ സൗഭാഗ്യം കിട്ടുന്ന ആദ്യത്തെ നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുത്തെ മദ്ഹ് പറഞ്ഞാൽ തീരുമോ? അവിടുത്തെ ശ്രേഷ്ഠതകൾ വിവരിച്ചാൽ അവസാനിക്കുമോ? അവസാനിക്കില്ലല്ലോ. അങ്ങനെയുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പക്ഷേ ഒരു സഹാബിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസാന്നിധ്യത്തിൽ അവിടുന്ന് കേൾക്കാത്തൊരു ദൂരത്താണെങ്കിൽ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. വഫാത്തിന്റെ ശേഷവും എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഇങ്ങനെ ഭൂമിയിൽ കിടക്കുന്നുവല്ലേ. ആ ശറഫാക്കപ്പെട്ട ശരീരം ഖബറിൽ വെക്കുന്നതിന്റെ മുമ്പേ സ്വഹാബാക്കൾക്കിടയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, എന്തെല്ലാം തർക്കങ്ങളുണ്ടായി. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖബറൊരുക്കേണ്ടത്? സഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. എവിടെയാണ് മറമാടേണ്ടത്? അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന നേരത്ത് സഹാബികൾക്കിടയിൽ ചെറിയ ഒരു തർക്കമുണ്ടായി. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുളിപ്പിക്കേണ്ടത്? അതുപോലെ തന്നെ ആരായിരിക്കണം ഖലീഫയാകേണ്ടത് എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായപ്പോഴും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെയുണ്ടല്ലോ. ഖബറിലേക്ക് അവിടുത്തെ ശരീരത്തെ മറവ് ചെയ്തിട്ടില്ല. അവിടെ തന്നെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിൽ ഇങ്ങനെ അവിടുത്തെ ജനാസ കിടക്കുന്ന നേരത്ത് പോലും സഹാബാ കിറാം അവർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ടായപ്പോ, അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് ചോദിച്ചുവോ? ചോദിച്ചില്ലല്ലോ. നബിയെ, ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ആരെയാണ് അങ്ങ് ഖലീഫയായി ഉദ്ദേശിക്കുന്നത് എന്ന് നബിയോട് അവർ പോയി ആവശ്യപ്പെട്ടുവോ? ഇല്ല. എവിടെയാണ് അങ്ങയുടെ ഖബർ ഒരുക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരൂ. അള്ളാന്റെ റസൂലിനൊന്ന് കൈ ചൂണ്ടിയാൽ പോരെ, ഇവിടെ എന്ന് പറയണ്ട, ഒന്നാംഗ്യം കാണിച്ചു എന്ന് വിശ്വാസം അവർക്കുണ്ടോ? അല്ലെങ്കിൽ സഹാബിമാരിങ്ങനെ പോയി നിന്നിട്ട്
ഓ നബിയേ, ആരായിരിക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ അടുത്ത ഖലീഫ എന്ന് അങ്ങൊന്ന് കൈ ഉയർത്തി മിണ്ടണ്ട, കൈയൊന്ന് ചൂണ്ടിയൊന്ന് പറയണേ എന്നവര് വിശ്വസിച്ചുവോ? അവർക്ക് അങ്ങനെ പറഞ്ഞുവോ? അവരങ്ങനെ ആവശ്യപ്പെട്ടുവോ? ആവശ്യപ്പെട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും അവർക്കുണ്ടായ പ്രതിസന്ധികളിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവരവിടുത്തെ വഫാത്തായി കിടക്കുന്ന നേരത്ത് പോലും പോയി ചോദിച്ചിട്ടില്ലല്ലോ. എന്തേ കാരണം? അവർക്കറിയാം അള്ളാന്റെ റസൂലും വഫാത്തായിരിക്കുന്നു. ഇനി അവിടുന്ന് നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് ഉത്തരം ചെയ്യാനോ നമ്മെ കണ്ടുകൊണ്ട് നമ്മെ സഹായിക്കാനോ അവിടുത്തേക്കും കഴിയില്ല എന്ന് സഹാബത്ത് തന്നെ വിശ്വസിച്ചു. ആ നിലക്കാണ് അവിടെ നടന്ന ഓരോ സംഭവങ്ങളും. ഇതൊന്നും നീട്ടിപ്പരത്തി പറയേണ്ടുന്ന കാര്യമില്ല. ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരീ, ആരുടെ ഏത് രൂപത്തിലുള്ള കുപ്രചരണങ്ങൾ നിലനിന്നാലും ഈ വസ്തുതകളെയൊന്നും നിഷേധിക്കുവാൻ ഒരു കാലഘട്ടത്തിലും കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചതാ സ്വഹാബത്ത് അങ്ങനെയാണ് വിശ്വസിച്ചതെങ്കിൽ, സജ്ജനങ്ങൾ അങ്ങനെയാണ് വിശ്വസിച്ചതെങ്കിൽ, ഇന്നിതാ ചില ആളുകൾ പറയുന്നു നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങ് വിളിക്കുമ്പോ അവിടുന്ന് മദീനയിൽ കിടന്നുകൊണ്ട് നമ്മുടെ വിളി കേൾക്കുകയാണ്, നമുക്കുത്തരം ചെയ്യുന്നു, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സദസ്സ് കാണുന്നു. അങ്ങനെ പലതും വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പലയിടത്തും സന്ദർശനം നടത്തുന്നു പോലും, പലരുമായും മുസാഫഹത്ത് ഹസ്തദാനം ചെയ്യുന്നു പോലും, കൈപിടിക്കുന്നു പോലും, അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങളും വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുകൾ. അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന റിഫായി ശൈഖ് പോയിട്ട് രണ്ടുപേരി പദ്യം ചൊല്ലിയപ്പോഴേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് പുറത്തു വന്നു പോലും. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. ഈ അഹ്മദുൽ കബീർ റിഫാഇ എല്ലാ ഘട്ടത്തിലും എല്ലാ വർഷവും ഇങ്ങനെ അങ്ങേ സന്ദർശിക്കാൻ റൂഹിനെ പറഞ്ഞേക്കാറാണ് പതിവുള്ളത്. ഇതാ ഇക്കൊല്ലം ആ പതിവ് തെറ്റിച്ചിട്ട് തടിയോടുകൂടി തന്നെ അങ്ങയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. അതുകൊണ്ട് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി, അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരണേ, ഞാനൊന്ന് മുത്തട്ടെ എന്നങ്ങ് പാടിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖബറിൽ നിന്ന് തന്റെ കൈ പുറത്തേക്കിട്ടുവെന്നും അഹ്മദുൽ കബീർ റിഫാഇ മുത്തിക്കഴിഞ്ഞിട്ട് കൈയങ്ങ് ഉള്ളിലേക്ക് വലിച്ചുവെന്നും ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് ഖബർ തന്നെ പൊട്ടിപ്പിളർന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വരുന്നു. അഹ്മദുൽ കബീർ റിഫാഇയെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം വെച്ചുകൊണ്ട് ഖബറിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്നത് സജ്ജനങ്ങളുടെ പാതയാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളാണ് മറുപടി പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാരെക്കാൾ വലിയ ആളാണോ അഹ്മദുൽ കബീർ റിഫാഇ എന്ന് പറയുന്ന മനുഷ്യൻ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ ഖബർ ഒരുങ്ങിയത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിലല്ലേ? ആ റൂമിൽ അവിടുത്തെ ഖബറടക്കിയതിന്റെ ശേഷം ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എത്ര കൊല്ലം പിന്നെയും ജീവിച്ചിട്ടുണ്ട്? ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കാണാൻ വേണ്ടി ഖബറിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടോ? കൈ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ? അതേപോലെ തന്നെ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രശംസിച്ചു പറയാറുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മോളല്ലേ? ലോകത്തുള്ള സ്ത്രീകളുടെ നേതാവല്ലേ? സ്വർഗ സ്ത്രീകളുടെ നേതാവല്ലേ? ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയദാ ഉപ്പയുടെ വഫാത്തിന്റെ ശേഷം
6 മാസമെങ്കിലും ജീവിച്ചില്ലേ? എത്ര വിഷമമുണ്ടായിരുന്നു ഉപ്പയെ കാണാത്തത് കൊണ്ട്. ഒരിക്കലെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നുവോ? കൈ പുറത്തേക്കിട്ട് കൊടുത്തുവോ? ഇല്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുവോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുവോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുവോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുവോ? ആരുടെ അടുത്തും വന്നില്ലല്ലോ. ഇപ്പൊ പറയുന്നു ചില ആളുകൾ ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്, ഞങ്ങൾ മുത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ റൂമിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങളെ കാണുന്നു, കൈ പിടിക്കുന്നു, സലാം പറയുന്നു. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരെ, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണോ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന് അതാ അവിടുത്തെ ഉന്നതമായ ജീവിതത്തിലാണ്, അള്ളാന്റെ അടുക്കൽ ഉന്നതമായ ഏറ്റവും മഹത്വമുള്ള സ്വർഗീയ ജീവിതത്തിലല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്? അവിടുത്തെ ഖബറിൽ വെച്ചതിന്റെ ശേഷം ഇനി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഖബർ പൊട്ടി പിളർന്നിട്ട് ഇനി അവിടുന്ന് തിരിച്ചു വരുമെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അതോ അങ്ങനെ വരില്ലെന്നാണോ? വരില്ലെന്നല്ലേ അവിടുന്ന് പഠിപ്പിച്ചത്? ഇനി ആ ഖബർ പൊട്ടി പിളർന്നിട്ട് നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. അത് ഖിയാമത്ത് നാളാണ്. മഹ്ശറിലേക്ക് പോകുമ്പോ ആദ്യമായി ഭൂമിയിലെ ഖബറുകളിൽ നിന്ന് പൊട്ടിപ്പിളർന്ന് ഓരോരുത്തരായി മഹ്ശറിലേക്ക് പോകുമ്പോ ആദ്യം എന്റെ ഖബറായിരിക്കും വളരുക, ഞാനായിരിക്കും ആദ്യമായി മഹ്ശറിലേക്ക് പോവുക എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതല്ലേ? ഇതിന് വിരുദ്ധമായി റിഫായി ശൈഖിന്റെ അരികിലേക്ക് നടന്നു വന്നുവെന്നും അതല്ല കൈപൊക്കി കൊടുത്തുവെന്നും അങ്ങനെ പലതും പ്രചരിപ്പിക്കുന്നത് ഏത് ഇസ്ലാമിലുള്ളതാണ്, ഏത് ഖുർആനിലുള്ളതാണ്, ഏത് ഹദീസിലുള്ളതാണ്, ഏത് സ്വഹാബത്തിന്റെ പാതയാണ്? ആലോചിച്ചു നോക്കണ്ടേ? നാം ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? ഇങ്ങനെ എത്രയെത്ര കളവുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി